അധ്യായം 32. നിലം വാങ്ങുന്നു. യൂദാരാജാവായ സെദെക്കിയായുടെ ഭരണത്തിൻ്റെ 10-ാം വർഷം, നെബൂഖദ്നേസറിൻ്റെ വാഴ്ചയുടെ 18-ാം വർഷം, കർത്താവിൽ നിന്ന് യെരമ്യായ്ക്ക് അരുളപ്പാടുണ്ടായി. അക്കാലത്ത് ബാബിലോൺ സൈന്യം യെരൂശലേമിനെ ഉപരോധിക്കുകയായിരുന്നു. അന്ന് യെരമ്യാ പ്രവാചകൻ യൂദാരാജാവിൻ്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗൃഹത്തിലായിരുന്നു. അവനെ കാരാഗൃഹത്തിലടയ്ക്കുമ്പോൾ യൂദാരാജാവായ സെദെക്കിയാ ഇപ്രകാരം ചോദിച്ചു: ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കൽദായരുടെ കയ്യിൽ നിന്ന് യൂദാരാജാവായ സെദെക്കിയാ രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും. അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവൻ സെദെക്കിയായെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും. നിങ്ങൾ കൽദായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ എന്തിന് പ്രവചിച്ചു? യെരമ്യാ പറഞ്ഞു: കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നിന്റെ പിതൃ സഹോദരനായ ശല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എൻ്റെ സ്ഥലം വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം നിന്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും. കർത്താവ് അരുളിച്ചെയ്തതുപോലെ എൻ്റെ പിതൃ സഹോദരപുത്രൻ ഹനാമേൽ കാരാഗൃഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു. ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെന്ന നിലയ്ക്ക് നിന്റേതാണ്. നീ അത് വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അതിൻ്റെ വില 17 ഷെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു. ആധാരമെഴുതി മുദ്ര വെച്ചു. സാക്ഷി ഒപ്പുവച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു. അങ്ങനെ നിയമവും നാട്ടുനടപ്പുമനുസരിച്ച് മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി. എൻ്റെ പിതൃ സഹോദരപുത്രനായ ഹനാമേലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗൃഹത്തിൻ്റെ നടുമുറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മത്സേയായുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂക്കിനോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആധാരം നേരിയായുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായി പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്നത് കൈവശപ്പെടുത്തി. എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമം അനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ, നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അരുളിച്ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവേ, അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ കർത്താവ് യെരമ്യായോട് അരുളിച്ചെയ്തു: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ നഗരം കൽദായരുടെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവനത് കീഴടക്കും. ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ കടന്നുവന്ന നഗരത്തിന് തീ വയ്ക്കും. നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പുരകൾ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന് ധൂപവും അന്യദേവന്മാർക്ക് പാനീയബലിയും അർപ്പിച്ചുവോ, അവയും ഞാൻ നശിപ്പിക്കും. ഇസ്രായേൽ മക്കളും യൂദായുടെ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ.
ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു. ഇതിനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റും. ഇസ്രായേലിൻ്റെ സന്തതികളും യൂദായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂദായിലെയും ജെറുസലമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത്. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആഹുതി ചെയ്യാൻ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല. ഈ മ്ലേച്ഛ പ്രവൃത്തി വഴി യൂദായെക്കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലുമില്ല. യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അവരെ സുരക്ഷിതരാക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിൻ്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു. കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അധ്യായം 33. വീണ്ടും വാഗ്ദാനം. യെരമ്യാ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളിച്ചെയ്തു. ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവെന്നാണ്, അരുളിച്ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും യൂദാ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കൽദായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക. കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും. എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും. എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഞാൻ ജെറുസലമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുമ്പാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് യൂദാ നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലം തെരുവീഥികളിലും വീണ്ടും സന്തോഷധ്വനികളും ആനന്ദഘോഷവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുന്നവരുടെ ആരവവും ഇനിയും മാറ്റലുകൊള്ളും. ഞാൻ ദേശത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും. മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും യൂദായുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. ആ നാളിൽ ആ സമയത്ത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദാ രക്ഷിക്കപ്പെടുകയും ജെറുസലം ഭദ്രമായിരിക്കുകയും ചെയ്യും.
നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിൻ്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. എൻ്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ ലേവ്യ പുരോഹിതനും ഉണ്ടായിരിക്കും. യിരെമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളിച്ചെയ്യുന്നു, പകലും രാത്രിയും ഇല്ലാതാകത്തക്കവിധം പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യരോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നതുപോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവ് യിരെമ്യായോട് അരുളിച്ചെയ്തു, ഞാൻ തെരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നുവെന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു. എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. അധ്യായം 34. സിദെക്കീയായ്ക്ക് സന്ദേശം. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിനും അതിലെ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യിരെമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ രാജാവായ സിദെക്കീയായോട് ചെന്ന് പറയുക, ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. അവനത് അഗ്നിക്കിരയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ രക്ഷപ്പെടുകയില്ല, പിടിക്കപ്പെടും. അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് ബാബിലോൺ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എങ്കിലും യൂദാ രാജാവായ സിദെക്കീയ, നീ കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവ് നിന്നെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു, നീ വാളിനിരയാവുകയില്ല. നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തിക്കും. ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്ത് വിലപിക്കും. ഞാനാണിത് പറയുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് യൂദാ രാജാവായ സിദെക്കീയായോട് ഇത് പറഞ്ഞു. അന്ന് ബാബിലോൺ രാജാവ് ജെറുസലേമിനും യൂദായിൽ അവശേഷിച്ചിരുന്ന ലാഖീഷ്, അസേക്ക എന്നീ നഗരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഇവ മാത്രമായിരുന്നു യൂദായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ. തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സിദെക്കീയ രാജാവ് ജെറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആരും തൻ്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത്. അതിനുശേഷം യിരെമ്യായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസന്മാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നീട് അവർ മനസ്സ് മാറ്റി സ്വതന്ത്രരാക്കിയ ദാസന്മാരെ വീണ്ടും അടിമകളാക്കി. അപ്പോൾ കർത്താവ് യിരെമ്യായോട് അരുളിച്ചെയ്തു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. തന്നെത്താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും 6 വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ 7-ാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അനുദപിച്ച സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങളൊരു ഉടമ്പടി ചെയ്തു. അതെനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സ് മാറ്റി. നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീഭത്സ വസ്തുവായി തീരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെപ്പോലെയാകും. കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂദാ പ്രഭുക്കളെയും യെരൂശലേം നേതാക്കളെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനതയും അവരുടെ ജീവൻ വേട്ടയാടുന്ന
ശത്രുക്കളുടെ കൈകൾ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും. യൂദാ രാജാവായ സിദെക്കീയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകൾ ഞാൻ ഏൽപ്പിക്കും. അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും. യൂദായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും. അധ്യായം 35. റെക്കാബ്യരുടെ മാതൃക. യോസിയായുടെ പുത്രൻ യെഹോയാക്കീം യൂദായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് യെരമ്യായോട് അരുളിച്ചെയ്തു. നീ റെക്കാബ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹബസീനിയായുടെ മകനായ യെരമ്യായുടെ മകൻ യാസാനിയായെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റെക്കാബ്യരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവരെ കർത്താവിൻ്റെ ആലയത്തിൽ ദേവപുരുഷനായ ഇഗ്ദാലിയായുടെ മകൻ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അത് വാതിൽ കാവൽക്കാരനായ ഷെല്ലൂമിൻ്റെ മകൻ മാസിയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു. ഞാൻ റെക്കാബ്യരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റെക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. നിങ്ങൾ വീട് പണിയരുത്, വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെപ്പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും. റെക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയുമില്ല. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു. എന്നാൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ ഭയന്ന് യെരൂശലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ യെരമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ പോയി യൂദായിലെ ജനങ്ങളോടും യെരൂശലേം നിവാസികളോടും പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. വീഞ്ഞു കുടിക്കരുതെന്ന റെക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ദുർമാർഗ്ഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ. അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പിറകെ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കുമെന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. റെക്കാബിൻ്റെ പുത്രനായ യോനാദാബിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതാ, യൂദായ്ക്കും യെരൂശലേം നിവാസികൾക്കുമെതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും. എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു, അവർ ശ്രവിച്ചില്ല. ഞാൻ അവരെ വിളിച്ചു, അവർ വിളി കേട്ടില്ല. യെരമ്യാ റെക്കാബ്യരോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റെക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല.